ഡ്രൈവിംഗ് പഠിതാക്കളെ വട്ടം കറക്കുകയാണ് ലേണേഴ്സ് ടെസ്റ്റ് എന്നാണ് പരാതി. ഒരു ചോദ്യത്തിന് ആവർത്തിച്ചുള്ള ഉത്തരങ്ങളും ഓരോ 3 ചോദ്യങ്ങൾക്ക് ശേഷവും ക്യാപ്ച പൂരിപ്പിച്ചു നൽകേണ്ടി വരുന്നതുമാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്. അബദ്ധങ്ങൾ നിറഞ്ഞ പരിഷ്കരിച്ച ടെസ്റ്റിൽ 90% പരീക്ഷാർത്ഥികൾക്കും വിജയിക്കാനാകുന്നില്ല എന്നാണ് പരാതി. അക്ഷരാർത്ഥത്തിൽ അബദ്ധജടിലമാണ് പുതിയ ലേണേഴ്സ് ടെസ്റ്റ്. കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്കെത്തിയാലും ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാനാകില്ല. മൾട്ടിപ്പിൾ ചോയ്സായി നൽകിയ ഉത്തരങ്ങളിൽ പലതും ആവർത്തനങ്ങളാണ്. ഓരോ 3 ചോദ്യങ്ങൾക്ക് ശേഷവും ക്യാപ്ച പൂരിപ്പിക്കേണ്ടി വരും. 30 സെക്കൻഡിനുള്ളിൽ ക്യാപ്ച ഫിൽ ചെയ്യണം. ശരി ഉത്തരങ്ങൾ നൽകിയാലും ക്യാപ്ച തെറ്റിച്ചാൽ പരീക്ഷയിൽ പരാജയപ്പെടും. നിലവിൽ ലേണേഴ്സ് പരീക്ഷ എഴുതിയവരിൽ ഭൂരിഭാഗം പേർക്കും പാസ്സാകാനായിട്ടില്ല. ഈ 30 സെക്കൻഡിലാണ് നമ്മൾ ക്യാപ്ച വരുന്നത്. അപ്പോൾ ഇത് എഴുതി നമ്മൾ ടൈപ്പ് ചെയ്താക്കുമ്പോഴത്തേന് അതങ്ങ് ഔട്ട് ആവുന്നുണ്ട്. സമയം പോയിട്ട് അപ്പോൾ നമുക്ക് ലേണിംഗ് നമ്മൾ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. തെറ്റായ ഉത്തരങ്ങളും പരിചിതമല്ലാത്ത സിഗ്നലുകളും വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിന് വലിയ ക്വസ്റ്റ്യനാണ്, പിന്നെ ഓപ്ഷൻസും അതേപോലെ വലിയ ഓപ്ഷൻസ്. അപ്പോൾ വായിച്ചു വരുമ്പോഴേക്കും സമയം പോകും. അതുപോലെ 2 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ക്യാപ്ച വരും. അപ്പം സമയം അതിന് കൂടുതൽ പോകും. തൽസ്ഥിതി തുടർന്നാൽ ലൈസൻസിനായി മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥർ. കേരളത്തിൽ നിന്ന് പിന്നെ കർണാടകയിലായാലും തമിഴ്നാടായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ലൈസൻസ് എടുക്കുകയാണ്. അവിടെ ഒരു വിഷയമില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കുട്ടികൾക്ക് ലൈസൻസ് എടുക്കാനോ ഈ പ്രസ്ഥാനമായി നടക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഇത് മുന്നോട്ട് പോകാനോ ചെയ്യാനോ കഴിയുന്നില്ല. ദിവസങ്ങൾ കാത്തിരുന്നാണ് പലർക്കും ലേണേഴ്സ് ടെസ്റ്റിനുള്ള അവസരം ലഭിക്കുന്നത്. ഇപ്രകാരമാണ് പരീക്ഷ നടത്തിപ്പെങ്കിൽ പൂർണ്ണ തയ്യാറെടുപ്പോടെ പരീക്ഷയ്ക്കെത്തിയാലും ലേണേഴ്സ് പാസ്സാകാനാകില്ല എന്നതാണ് വസ്തുത. ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്. സലാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങളുമായി. സലാം, ഈ മറ്റിടങ്ങളിലൊക്കെ റോഡ് അപകടങ്ങളൊക്കെ കൂടുമ്പോൾ ഒന്ന് ടൈറ്റ് ആക്കുക, അല്ലെങ്കിൽ ശരിയായ വിധം ഡ്രൈവിംഗ് പഠിക്കാതെ റോഡിലിറക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ക്വസ്റ്റ്യൻസ് ഒന്ന് ടൈറ്റ് ആക്കി പിടിക്കാൻ. പക്ഷേ ഇതവിടെ ക്വസ്റ്റ്യൻസിന്റെ പ്രയാസമല്ല, അബദ്ധജടിലമായ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നു എന്നാണോ പ്രശ്നം? അതേ സൈഫു, അബദ്ധജടിലമാണ് ഇപ്രാവശ്യത്തെ ഈ ലേണേഴ്സ് ടെസ്റ്റ് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളിൽ ബഹുഭൂരിഭാഗം പേർക്കും പാസ്സാകാനായിട്ടില്ല. കാരണം ഇത് റിപ്പീറ്റഡ് ആൻസേഴ്സ്, അതായത് ഒരു ചോദ്യത്തിന് തന്നെ 3 ഉത്തരങ്ങളാണെങ്കിൽ ആ 3ഉം ഒരുപോലെയുള്ള ഉത്തരങ്ങൾ. ആ ഉത്തരങ്ങളിൽ ഒന്ന് ശരിയാക്കിയാൽ പോലും, അല്ലെങ്കിൽ ശരി ഉത്തരമാണ് എഴുതിയതെങ്കിൽ പോലും കുട്ടികൾക്ക് ഇത് മാർക്ക് ലഭിക്കുന്നില്ല. കൂടാതെ ഓരോ 3 ചോദ്യം കഴിയുമ്പോഴും ക്യാപ്ച ഫിൽ ചെയ്യേണ്ടതായി വരും. ഈ ക്യാപ്ച ഫിൽ ചെയ്യാൻ 30 സെക്കൻഡ് മാത്രമാണ് നൽകുക. ആ സമയത്തിനുള്ളിൽ ക്യാപ്ച ഫിൽ ചെയ്ത് നൽകണം. ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം വിദ്യാർത്ഥികൾക്കുണ്ടായി ആ ക്യാപ്ച തെറ്റുകയാണെങ്കിൽ പൂർണ്ണമായും പരീക്ഷ തോറ്റുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലെ ലേണേഴ്സ് ടെസ്റ്റ്. അതുപോലെ നിരവധിയായുള്ള പ്രശ്നങ്ങൾ, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുപോലെ അപരിചിതമായ ഈ സിഗ്നൽസ്, അതായത് റോഡ് സിഗ്നൽസ് സാധാരണ ഈ MVD പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ MVDയുടെ സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പഠിപ്പിക്കുന്ന ഈ സിഗ്നലുകൾക്കപ്പുറം ഇതുവരെ കാണാത്ത സിഗ്നലുകൾ പോലും ഈ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് കൂടിയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും ഇവർക്ക് ലഭിക്കുന്ന ഈ കൃത്യമായ ഈ പരീക്ഷാ സമയത്തിനുള്ളിൽ ഈ ചോദ്യങ്ങളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ചോദ്യം വായിച്ച് നോക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അത്ര ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ നൽകുന്നു. അതുപോലെ തെറ്റായ ചോദ്യങ്ങൾ നൽകുന്നു. കൂടാതെ ഈ ഉത്തരങ്ങൾ റിപ്പീറ്റഡായി നൽകുന്നു. ആ രീതിയിലുള്ള ഒരു അബദ്ധങ്ങൾ നിറഞ്ഞത് തന്നെയാണ് ലേണേഴ്സ് ടെസ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്സായവരിൽ അറ്റൻഡ് ചെയ്തവരിൽ 90% വിദ്യാർത്ഥികളും ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് MVD അതുപോലെ ജോയിന്റ് RTO അടക്കമുള്ള അധികൃതരും പറയുന്നത്. ഏതായാലും അബദ്ധജടിലമായ ലേണേഴ്സ് ടെസ്റ്റ് വിദ്യാർത്ഥികളെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ് വസ്തുത.